CPM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തൽ ചർച്ച ചെയ്യും. അതുല്യ കെയറുണ്ട് വിവരങ്ങളുമായി. അതുല്യ, എന്തായാലും CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾക്കാണ് ഇന്ന് തുടക്കമാകുക. തെരഞ്ഞെടുപ്പ് തോൽവി അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചയുണ്ടാകുമെന്നാണ് കരുതുന്നത്. കൂടാതെ തന്നെ ദേശാഭിമാനിയിലെ വിവാദ ലേഖനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അടക്കം ചർച്ച ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ? കറുത്തു രാഷ്ട്രീയമായി ഏറെ നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംസ്ഥാന നേതൃയോഗം ചേരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ നടന്നത്. ഈ കേന്ദ്ര കമ്മിറ്റിയിലും പ്രധാനമായും ചർച്ചയായത് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവി തന്നെയായിരുന്നു. അപ്പോൾ ഈ കേന്ദ്ര കമ്മിറ്റി ഈ തിരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായ വിലയിരുത്തലുകൾ, അവലോകന യോഗത്തിൽ ഉണ്ടായ വിലയിരുത്തലുകൾ, അവയെല്ലാം തന്നെ ഇന്നത്തെ സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാകും. അതുതന്നെ ആയിരിക്കും ഇന്നത്തെ സംസ്ഥാന നേതൃയോഗത്തിൻ്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നതും. കേന്ദ്ര കമ്മിറ്റിയിലുണ്ടായ വിമർശനങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലുണ്ടായ വിലയിരുത്തലുകൾ, അവയെല്ലാം ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇന്നത്തെ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ സംസ്ഥാന സമിതി യോഗങ്ങളും LDFന്റെ യോഗവും, അതായത് ഇടതുപക്ഷത്തിലെ 2 CPIയുടെയും CPMന്റെയും യോഗങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു. തിരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങൾ നടന്നിരുന്നു. ഇവയിലെല്ലാം തന്നെ പ്രധാനമായി ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സമിതി വളരെ വിപുലമായിട്ടുള്ള അല്ലെങ്കിൽ വിശദമായിട്ടുള്ള ഒരു തെറ്റുതിരുത്തൽ രേഖ ഉണ്ടാക്കിയത്. ആ തെറ്റുതിരുത്തൽ രേഖ തന്നെ പല സ്ക്രൂട്ടിനികളിലൂടെ കടന്നുപോയ ശേഷമാണ് ആ തെറ്റുതിരുത്തൽ രേഖയ്ക്ക് അംഗീകാരം ലഭിച്ചത്. അപ്പോൾ ഇനി ആ തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കുന്നതിൻ്റെ തുടർ ചർച്ചകൾ കൂടി ഇന്നത്തെ നേതൃയോഗത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഈ കേന്ദ്ര കമ്മിറ്റിയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, വിശാലമായ സംസ്ഥാന സമിതി യോഗം വിളിച്ചു ചേർത്ത് തെറ്റുതിരുത്തൽ നടപടികൾ അതിൽ നിന്ന് ആരംഭിക്കണം, അല്ലെങ്കിൽ തെറ്റുതിരുത്തൽ നടപടികൾ ഏത് രീതിയിലായിരിക്കണം ആ നടപടികൾ നടത്തേണ്ടത് എന്നത് തീരുമാനിക്കാൻ ഒരു വിശാല സംസ്ഥാന സമിതി ചേരണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു വിശാല സംസ്ഥാന സമിതി യോഗം അത് എന്ന് നടത്തും എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ തീയതി എന്നായിരിക്കും എന്നതിലൊരു തീരുമാനം ഇന്നത്തെ നേതൃയോഗത്തിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. എത്രയും വേഗം തന്നെ ഈ തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും, അതായത് ഇലക്ഷൻ്റെ ഫലവും അറിഞ്ഞ് 3 മാസങ്ങൾ പിന്നിടുകയാണ്. അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 3 മാസം കഴിഞ്ഞിട്ടെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൻ്റെ തോൽവിക്ക് കാരണമായ തിരുത്തൽ നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും വലിയ വിമർശനത്തിന് കാരണമാകും. മാത്രമല്ല, അതോടൊപ്പം തന്നെ കണ്ണൂരിൽ KK രാഗേഷ്, ജില്ലാ സെക്രട്ടറി KK രാഗേഷുമായി ബന്ധപ്പെട്ടും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടും പല വിധത്തിലുള്ള ഭിന്നതകൾ CPMൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ആരോപണങ്ങൾക്കും അതുപോലെ തന്നെ നിലപാടുകൾക്കും എതിരായിട്ടായിരുന്നു പല മുതിർന്ന CPM നേതാക്കളുടെയും നിലപാടുകൾ ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് CPMൽ CPM സംസ്ഥാന നേതൃയോഗങ്ങൾക്കാണ് ഇന്ന് തുടക്കമാകുക. അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.